കോഴിക്കോട് കക്കയം 28 മൈലിൽ മരത്തിൽ രാജവെമ്പാല. റോഡരികിലുള്ള വലിയ മരത്തിലാണ് രാജവെമ്പാലയെ നാട്ടുകാർ കണ്ടത്. കക്കയം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രാജവെമ്പാലയെ പിടികൂടി. പാമ്പ് ചുറ്റിക്കിടന്നിരുന്ന മരം വെട്ടിമുറിച്ച് താഴോട്ടിറക്കാനുള്ള ശ്രമത്തിനിടെ പാമ്പ് മറ്റൊരു മരത്തിലേക്ക് ചാടി. കഠിന ശ്രമത്തിനൊടുവിലാണ് ഉദ്യോഗസ്ഥർ പാമ്പിനെ പിടികൂടിയത്. നല്ല വലിപ്പമുണ്ട്. ഏകദേശം 8-10 അടി, 10-15 അടി നീളം കാണും. ഞാൻ കാണുന്നുണ്ട്. പാമ്പുള്ളത് ഇപ്പതാ ഈ മരത്തിന്റെ മണ്ടയ്ക്ക് കയറി ഇരിക്കുകയാണ്. പിടിച്ചു പറയണേ. ഇല്ലല്ല. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ചൂട് കൂടി വരുന്ന സാഹചര്യമാണ്. പലയിടത്തും വീടുകളിൽ നിന്നൊക്കെ പാമ്പിനെ പിടികൂടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ രാജവെമ്പാലയെ പിടികൂടിയത്. അടുത്ത വീടുകളൊക്കെയുള്ള ഒരു പ്രദേശത്ത് നിന്നാണോ പിടികൂടിയത്? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? എന്തായാലും സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഓരോ ദിവസങ്ങളിലും പാമ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും പാമ്പ് കൊത്തുകയും മരണപ്പെടുകയും ചെയ്യുന്ന വാർത്തകളും കേൾക്കുന്നു. ഒപ്പം ഈ പാമ്പിന്റെ കൊത്തേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെയും ഉണ്ട്. എന്തായാലും ഇതൊരു വനമേഖലയോട് ചേർന്നുള്ള, അതായത് ഒരു വനപ്രദേശത്തോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ 28 മൈൽ ഭാഗത്ത് ഈ പാമ്പിനെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു വലിയ ജനവാസ കേന്ദ്രം ഒന്നും അല്ലെങ്കിൽ പോലും ഈ പാമ്പിനെ കണ്ടത് കൊണ്ട് ആളുകൾ വലിയ ഭയചകിതരായി. പ്രത്യേകിച്ചും ഈ വഴിയരികിലുള്ള ഒരു മരത്തിലാണ് ഈ പാമ്പിന്റെ സാന്നിധ്യം കണ്ടത്. അത് സാധാരണഗതിയിൽ കാണുന്ന വെള്ളിക്കെട്ടനോ മൂർഖനോ അണലിയോ ഒന്നുമല്ല, സാക്ഷാൽ രാജവെമ്പാലയെ തന്നെയാണ് കണ്ടത്. എന്തായാലും ഈ പാമ്പിനെ കണ്ടതോടുകൂടി തന്നെ ആളുകൾ